ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഷാനവാസ് തന്നെ ബിഗ് ബോസിൻ്റെ കപ്പ് പൊക്കുമെന്ന് തോന്നുന്നു സുഹൃത്തുക്കളെ. എല്ലാ കൂട്ടുകാർക്കും ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഷാനവാസിൻ്റെ ഏറ്റവും വീക്ക് എന്ന് പറഞ്ഞാൽ ഉറക്കം തന്നെയാണ്. അതിപ്പോൾ ഏതൊരു മനുഷ്യനും ഉറങ്ങണമല്ലോ, ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങണ്ടേ മിനിമം. പക്ഷേ ഈ ഒരു ടാസ്ക് വന്നതോട് കൂടിയിട്ട് ഷാനവാസ് ശരിക്കും പെട്ടു. കാരണം ഉറങ്ങാൻ പറ്റില്ലെന്ന് പുള്ളിക്കാരന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ്റെ ആ ഒരു മെയിൻ ഗെയിം അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല രീതിയിൽ ജസ്ലേനെയും ബിൻസീനെയും ശൈത്യേനെയും ഒക്കെ ഒരു ടീമാക്കി കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരൻ ആദ്യം അങ്ങോട്ട് ഉറങ്ങാം, നിങ്ങളങ്ങോട്ട് കാവൽ നിൽക്കുന്നുള്ള ലെവലിലേക്ക് അങ്ങോട്ട് പോയി കാര്യങ്ങൾ. ജിസ്ലയാണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്തു. ഷാനവാസാണെങ്കിൽ താഴെ കിടന്നുറങ്ങുകയും ചെയ്തു. നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരൻ. എന്താ പറയുക, സുഖനിദ്രയിലേക്ക് അങ്ങോട്ട് പോയി. എല്ലാ ഉറക്കവും കഴിഞ്ഞിട്ട് രാവിലെ പതിവ് പോലെ ചൊറിയാൻ വേണ്ടിയിട്ട് അനീഷ് അങ്ങോട്ട് കണ്ടൻറ്റ് തപ്പി നടന്നു. എവിടെയും കണ്ടൻറ്റൊന്നും കിട്ടണില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ നേരെ കട്ടിലിൻ്റെ അവിടേക്ക് വന്നിട്ട് ഷാനവാസിൻ്റെ മുഖത്തൊക്കെ നോക്കിയിട്ട് ജിസ്ലയുടെ അടുത്ത് മൊത്തത്തിൽ ചോദിക്കുകയാണ്, ഇതെന്താ ഷാനവാസ് ഉറങ്ങിയോ മുഖം കണ്ടിട്ട്? അപ്പോൾ ജിസ്ല പറയാൻ ആൾ കുറച്ച് ഉറങ്ങി എന്ന് പറയുന്നുണ്ട്. ശരി, അങ്ങനെ ഉറങ്ങാനാണോ നിങ്ങൾ ഇവിടെ നിൽക്കണത്? അപ്പോൾ നിങ്ങൾ എന്ത് ഗെയിമാണ് ഈ കളിക്കണത്? ബിഗ് ബോസ് ഒരു ഗെയിം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉറങ്ങാൻ വിടാൻ പാടുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ബിൻസി പൊട്ടിത്തെറിച്ചിട്ട് പറയാം, താൻ രാവിലെ തന്നെ വന്നിരിക്കാനോടോ ചൊറിയാൻ വേണ്ടിയിട്ട്, തനിക്ക് വേറൊരു പണിയൊന്നുമില്ലേ? അപ്പോൾ ഷാനവാസ് പറയാണ്, പുള്ളിയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞു, പുള്ളി നല്ല രീതിയിൽ കൂർക്കൊക്കെ വലിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമ്മുടെ ഒരു ഉറക്കം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ വന്നിട്ട് അന്വേഷിക്കുക. തനിക്ക് നാണൊന്നുമില്ല, തനിക്ക് അങ്ങനെയാണെങ്കിൽ ഇതാ ഒരു കാര്യം ചെയ്യും, താൻ ഉറങ്ങാണ്ട് വന്നിട്ടാണ് ഇങ്ങനെ ചോദിക്കണമെങ്കിൽ അതിൽ അന്തസ്സുണ്ടെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ അത് നോക്കണ്ട, നിങ്ങൾ ഇങ്ങനെ കളിക്കാൻ പാട്, ബിഗ് ബോസ് ഏൽപ്പിച്ചിട്ടില്ല, താൻ കൂടുതലൊന്നും പറയണ്ട. അപ്പോൾ നമ്മുടെ ശൈത്യമൊക്കെ പറയുകയാണ്, താനൊന്നില്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ അല്ലേ, ക്യാപ്റ്റനായ തനിക്ക് വന്നിട്ട് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. താൻ സുഖമായിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടാണോ താൻ ഇമ്മാതിരിയുള്ള വർത്താനമൊക്കെ പറയണത്? അപ്പോൾ ജിസ്ല പറയണത്, ഒരു മനുഷ്യ പരിഗണന ഉണ്ടല്ലോ, അതുകൊണ്ട് ആൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിപ്പോൾ ഗെയിമിൻ്റെ ഇത്, ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഗെയിമായിട്ട് പോകണം, ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജിസ്ല നല്ല രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് തേഞ്ഞൊട്ടി, അതാണ് ഇപ്പോൾ ലൈവിൽ കണ്ടത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.